ഇന്ന് കാണിക്കുന്ന ഒരു കാത്തോരനാണ്. കാത്തോരൻ എന്ന് പറയുമ്പോൾ അതിനെന്താണ് പ്രത്യേകത എന്ന് വിചാരിക്കും. കാത്തോരൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും എന്നെപ്പോലെ. പക്ഷേ ഈ ഒരു തോരൻ ഇഷ്ടമില്ലാത്തവരും കഴിക്കും. കാരണം ഏത്തക്ക വെച്ചിട്ടല്ല, പൊന്തങ്ക വെച്ചിട്ടാണ് തോരൻ വയ്ക്കുന്നത്. ഈ കാ വെച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. 2 കായാണ് എടുക്കുന്നത്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിൽ കറ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൂത്തിട്ട് തൊലി കളയാം. ഈ ഒരു കായയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ ഡൈജസ്റ്റ് ആകാനായിട്ട് എളുപ്പമാണ്. അവിയലിനകത്ത് ഇടാനോ എരിശ്ശേരി വെക്കാനോ ഒക്കെ നല്ലതാണ് ഈ കായ. ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ 2 കായും പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞെടുക്കാം. ഞാൻ അരിയുന്നത് ഏറ്റവും ചെറുതായിട്ട് അരിയുന്നത്, 6ആയിട്ട് കീറിയിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല, ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് ആവി കയറിയാൽ തന്നെ പെട്ടെന്ന് അങ്ങ് വെന്തും കിട്ടും. അരിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കറുത്ത് വരും, അതിൻ്റെ കറ ഉണ്ടാവുമല്ലോ. അങ്ങനെ 2 കായും തീരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്ന മീഡിയം സൈസ് 2 സവോളയാണ്. ഏകദേശം അതിൻ്റെ കായയുടെ ഒപ്പത്തിന് തന്നെ സവോള ഉണ്ടാവണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും തീരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 4-5 ചുള ഉള്ളി, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു 3-4 ചുള വെളുത്തുള്ളിയും കൂടെ അരയ്ക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക്, കറിവേപ്പില, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കാം. തേങ്ങ കൂടുതൽ വേണ്ടവർ തേങ്ങ കൂടുതൽ ചേർത്താണ്. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കാം. അതിനകത്തേക്ക് ഞാൻ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാവേ. സവോള ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി, ഒരുപാട് സമയം വഴറ്റണ്ട. ഈ കായയുടെ തൊലി കളയാതെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കായയുടെ തൊലി കളഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സവോള ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച കായും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാവേ. വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട, അല്ലാതെ തന്നെ വെന്തോളും. സവോളയിലെ വെള്ളം ഇറങ്ങിയിട്ട് കാ വെന്തോളും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി, അടിയിൽ പിടിക്കാതെ നോക്കിയാൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു തോരൻ വെക്കാനുണ്ടല്ലോ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ എടുക്കുള്ളൂ, അരിയാനും വേകാനും എല്ലാം കൂടെ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് റെഡിയായില്ലേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രാവിലെ ജോലിക്കൊക്കെ പോണവർക്കാണെങ്കിലും ഉണ്ടല്ലോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത്. ഉച്ചവരെ ഇരുന്നാലും ഉണ്ടല്ലോ, തണുത്ത് കഴിഞ്ഞാലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്